ധ്യാനത്തിന്റെ 4-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലെ ഒരു കന്യകയായ മറിയത്തോട് ഗബ്രിയേൽ ദൈവദൂതൻ അരുളി ചെയ്ത വചനങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും അവ നിറവേറുമെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്ത ഒരു കന്യകയുടെ മനോഹരമായ ചിത്രമാണ് മറിയത്തിൽ ദൃശ്യമാകുന്നത്. ദൈവിക കൃപയോട് ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രതികരിച്ച വ്യക്തിയാണ് മറിയം. തനിക്ക് ലഭിച്ച ദൈവിക കൃപ തന്റെ ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിക്കാൻ മറിയത്തിന് സാധിച്ചു. ദൈവം തന്നോട് കൂടെയുണ്ട് എന്ന അടിയുറച്ച വിശ്വാസം മറിയത്തെ ഏത് വിഷമവും തരണം ചെയ്യുവാൻ പ്രാപ്തിയാക്കി മാറ്റി. മറിയം വചനം ശ്രവിച്ചു, വചനത്തെ അനുസരിച്ചു, വചനത്താൽ പൂരിതയായി. വചനത്തിന്റെ വാസസ്ഥലമാകുവാൻ തന്നെ സമർപ്പിച്ചു. വചനത്തെ ഗർവം ധരിച്ചു. തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വചനത്തെ പ്രഘോഷിച്ചു. മറിയത്തിന് ലഭിച്ച മംഗളവാർത്ത നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ദൈവം ഓരോ മനുഷ്യനെയും തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്ക് ലഭിച്ച അനുദിന ജീവിതത്തിലൂടെ ദൈവിക സന്ദേശങ്ങളെയും അടയാളങ്ങളെയും തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തെ അതിനൊത്ത് ക്രമപ്പെടുത്തുവാനും കഴിയുന്നതിലാണ് നമ്മുടെ ജീവിത വിജയം അടങ്ങിയിട്ടുള്ളത്. ഉള്ളിൽ ദൈവമില്ലെങ്കിൽ ജീവിതത്തിന്റെ താളം തെറ്റുന്നു. ഹൃദയത്തിൽ നിറയെ ദൈവവിശ്വാസവും ഉള്ളിൽ നിറയെ സ്നേഹവും മനസ്സിൽ നിറയെ പ്രത്യാശയും ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. മനുഷ്യൻ കെട്ടിപ്പൊക്കുന്ന മഹാസൗധങ്ങളിൽ വസിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ്. നന്മയും സ്നേഹവും സാഹോദര്യവും ക്ഷമാശീലവും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് വസിക്കാനുള്ള ആലയങ്ങളാക്കി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനിൽ വസിക്കും. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. മറിയത്തിന്റെ ഹൃദയവാതിൽ മുട്ടിയ ദൈവത്തിന് കാത്തു നിൽക്കേണ്ടി വന്നില്ല. ദൈവം വസിക്കുന്ന ആലയമായി അവൾ മാറി. പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്ന ആലയമാകാൻ സൽപ്രവൃത്തികളിലൂടെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് നിറയ്ക്കാം. മാനവരാശിയുടെ മുഴുവൻ പ്രത്യാശയായ മാതാവ് ജീവിതയാത്രയിൽ നമ്മെ കൈപിടിച്ച് നടത്തട്ടെ. ജയ് ക്രൈസ്റ്റ്.